കോൺഗ്രസുകാർ CPM-നെ കുറിച്ച് പറയുന്നത് അവർ CJP ആണ് എന്നാണ്. അത് വളരെ ശരിയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വെള്ളാപ്പള്ളിയെ പിന്തുണച്ചുകൊണ്ടുള്ള വാക്കുകൾ. മലപ്പുറത്ത് വന്ന് മുസ്ലിങ്ങൾക്കെതിരെ വിഷം തുപ്പിക്കൊണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞതിനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ന്യായീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ വിചിത്രമാണ്. മലപ്പുറത്ത് വെച്ച് വെള്ളാപ്പള്ളി നടത്തിയ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിഷം ചീറ്റലിനെ പിന്തുണച്ചുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞത് വെള്ളാപ്പള്ളി മലപ്പുറത്ത് പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടിക്കെതിരെയാണ്, വെള്ളാപ്പള്ളി എന്നും മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചു എന്നൊക്കെയാണ്. വിജയന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വെള്ളാപ്പള്ളി രാഷ്ട്രീയ പാർട്ടിക്കെതിരെയാണ് പറഞ്ഞത്. ആ പാർട്ടിക്ക് വേണ്ടി ചിലർ പ്രസംഗം തെറ്റായി പ്രചരിപ്പിച്ചു. വെള്ളാപ്പള്ളി എന്നും മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് ചില വിവാദങ്ങൾ ഉണ്ടായി. എന്നാൽ വെള്ളാപ്പള്ളിയെ അടുത്തറിയുന്നവർക്കറിയാം അദ്ദേഹം ഒരു മതത്തിനും എതിരല്ലെന്ന്. ആത്മാഭിമാനത്തോടെ തലയുയർത്തിപ്പിടിച്ചു നിൽക്കാൻ SNDP യോഗം അംഗങ്ങൾക്ക് ആശയും ആവേശവും നൽകി എന്നതാണ് വെള്ളാപ്പള്ളി എന്ന നേതാവിനെ വ്യത്യസ്തനാക്കുന്നത്. അനധിസാധാരണമായ കർമ്മശേഷിയും നേതൃപാഠവും കൊണ്ട് വെള്ളാപ്പള്ളി 2 ചരിത്ര നിയോഗങ്ങളുടെ നെറുകയിൽ എത്തി നിൽക്കുന്നു. വെള്ളാപ്പള്ളിക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നല്ല ശേഷിയുണ്ട്. സരസ്വതി വിലാസം അദ്ദേഹത്തിന്റെ നാക്കിലുണ്ട്. കുമാരനാശാന് പോലും കഴിയാത്ത കാര്യമാണ് വെള്ളാപ്പള്ളി നടേശന് സാധിച്ചത്. കുമാരനാശാൻ പോലും 16 വർഷം മാത്രമാണ് ഈ സ്ഥാനത്തിരുന്നത്. എങ്ങനെയുണ്ട് പിണറായിയുടെ ഈ വാക്കുകൾ? സമ്മതിക്കാതെ തരമില്ല എന്ന് പറഞ്ഞാൽ മതിയാവും. CPM എന്ന് പറഞ്ഞാൽ ശരിക്കും CJP ആണെന്ന് പിണറായി തന്റെ വാക്കുകളിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. വെള്ളാപ്പള്ളിയുടെ കൈപിടിച്ചുയർത്തിയാണ് പിണറായി ആവേശത്തോടെ വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസംഗത്തെ ന്യായീകരിച്ചത്. പിണറായി പറയുന്നത് വെള്ളാപ്പള്ളി പറഞ്ഞത് മതത്തിനെതിരെയല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയാണ് എന്നാണ്. എന്നാൽ വെള്ളാപ്പള്ളി പറഞ്ഞത് മുസ്ലിമുകൾക്കെതിരെ മാത്രമാണെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാകും. അത് പിണറായിക്ക് മനസ്സിലായില്ലെങ്കിൽ വെള്ളാപ്പള്ളി പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടി കേട്ടുകൊള്ളൂ. നിങ്ങളുടെ പ്രത്യേക രാജ്യത്തിന്റെ ഇടയിൽ മറ്റൊരു ആളുകളുടെ ഇടയിൽ എല്ലാ തിക്കും നോട്ടും ഞോടും ഒക്കെ മേടിച്ച് ഇങ്ങനെ ഭയന്നും ഒക്കെ ജീവിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ ഒരംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ? പ്രത്യേക ഒരു രാജ്യത്തിന്റെ ഇടയിൽ മറ്റൊരു ആളുകളുടെ ഇടയിൽ എല്ലാ തിക്കും നോട്ടും നോടും മേടിച്ച് ഇങ്ങനെ ഭയന്നും ഒക്കെ ജീവിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ചും സ്വതന്ത്രമായി വായു ശ്വസിച്ച് മലപ്പുറത്ത് സംഘികൾക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് വെള്ളാപ്പള്ളിക്ക് തോന്നുന്നില്ല. അത് മാത്രവുമല്ല, ഈ വായു ശ്വസിക്കാതെ ജീവിക്കുന്ന സംഘികൾക്ക് സ്വതന്ത്രമായി അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ സാധിക്കുകയില്ല. അതിൽ നിന്ന് മനസ്സിലാകുന്നത് വെള്ളാപ്പള്ളി പറയുന്നത് സ്വതന്ത്രമായ അഭിപ്രായമല്ല, മറിച്ച് തൻ്റെ ചാണകത്തലയിൽ നിന്ന് ആരോ പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളാണ്. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്. പ്രത്യേക രാജ്യം മാത്രമല്ല, പ്രത്യേക ആളുകളുടെ സംസ്ഥാനവും കൂടിയാണ്. ഇത്ര പച്ചയ്ക്ക് മുസ്ലിമുകൾക്കെതിരെ മലപ്പുറത്ത് വന്ന് വിഷം ചീറ്റുകയാണ് വെള്ളാപ്പള്ളി ചെയ്തത്. ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയല്ല വെള്ളാപ്പള്ളി പറഞ്ഞത് എന്ന് 100% വ്യക്തമാണല്ലോ. പക്ഷേ പിണറായിക്കും അദ്ദേഹത്തിന്റെ പാർട്ടി CJPക്കും മനസ്സിലായത് മറിച്ചാണ് എന്നുള്ളത് ഒരു അത്ഭുതവും ഉണ്ടാക്കുന്നതല്ല. വെള്ളാപ്പള്ളി വാ തുറക്കുമ്പോഴൊക്കെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരെ വിഷം ചീറ്റുക മാത്രമാണ് ചെയ്യുന്നത്. കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നല്ല ശേഷിയും നാവിൽ സരസ്വതിയുടെ വിളയാട്ടവുമാണ് വെള്ളാപ്പള്ളിക്ക് എന്നാണ് വിജയന്റെ അഭിപ്രായം. വിജയനും വിജയന്റെ പാർട്ടി CJPക്കും ചേർന്ന സരസ്വതി വിളയാട്ടമാണ് വെള്ളാപ്പള്ളിയുടെ നാവിൽ നിന്ന് വരുന്നത്. കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നല്ല ശേഷിയുണ്ട് എന്ന് വിജയൻ പറഞ്ഞ ഈ വെള്ളാപ്പള്ളി സംസാരിക്കുന്നത് മനസ്സിലാകണമെങ്കിൽ 10 പ്രാവശ്യം എങ്കിലും കേൾക്കണം എന്നുള്ള അവസ്ഥയാണ്. ഈ വെള്ളാപ്പള്ളിയെ ന്യായീകരിച്ചത് 2 ആളുകളാണ്. ഒന്ന് BJP നേതാവ് K. സുരേന്ദ്രൻ, പിന്നെ CJP നേതാവ് പിണറായി വിജയനും. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് CPM എന്ന് പറഞ്ഞാൽ സംഘികൾ തന്നെയാണ് എന്നുള്ളത്. അല്ലെങ്കിൽ എങ്ങനെയാണ് സുരേന്ദ്രന്റെ നാവിൽ നിന്ന് വരുന്ന അതേ വാക്കുകൾ തന്നെ
പിണറായിയുടെയും നാവിൽ നിന്ന് വരുന്നത്. പിണറായിക്ക് ഒരു പടി കൂടി കടന്ന് സുരേന്ദ്രനെ കൂടി ന്യായീകരിക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സുരേന്ദ്രൻ പറഞ്ഞത്, വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യം വളരെ ശരിയാണ് എന്നും അതുപോലെ തന്നെ മലപ്പുറത്ത് ഒരു മാസം ഒരാൾക്കും ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കില്ല എന്നുമാണ്. അതേ അഭിപ്രായം തന്നെയാണ് പിണറായി വിജയനും ഉള്ളത് എന്ന് സ്വന്തം വാക്കുകളിലൂടെ പിണറായി വിജയൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തിനാണ് ഒളിഞ്ഞും മറഞ്ഞും വിജയൻ തന്റെ സംഘീയ അജണ്ട വെളിവാക്കുന്നത്? അന്തസ്സുണ്ടെങ്കിൽ പരസ്യമായി തന്നെ പറയണം താനും ഒരു മുക്കാൽ സംഖ്യയാണ് എന്ന്.